ചാനൽ സൂപ്പർ ലീഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യുന്നത് വീക്ക് 36, അതായത് ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 6 വരെയുള്ള ഡേയ്സിലെ മലയാളം ചാനൽസിൻ്റെ റേറ്റിങ്ങിനെ ആസ്പദമാക്കി ഉള്ള ഒരു റിപ്പോർട്ട് സ്റ്റഡിയാണ്. ബേസിക്കലി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഫോർകാസ്റ്റിംഗ് ഓൾമോസ്റ്റ് അല്ല, ഏകദേശം ഒരു 99% സക്സസ് ആയിരുന്നു. കറക്റ്റായിരുന്നു, ഡാറ്റ ഫിഗേഴ്സ് എല്ലാം കറക്റ്റായിരുന്നു. നമ്പർ 1 ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മെയിൻറ്റെയിൻ ചെയ്തു. നമ്മളന്ന് പറഞ്ഞ മാജിക് 3 ഡിജിറ്റ് നമ്പർ എന്നുള്ള 100 അവർ അച്ചീവ് ചെയ്തു, മെയിൻറ്റെയിൻ ചെയ്തു. ദെൻ അവിടെയാണ് ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് ഒരു കുറച്ചും കൂടി ഒരു മിറാക്കിൾ സംഭവിച്ചത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് 24 ആയിരിക്കും സെക്കൻഡ് പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ അതിലൊരു ചേഞ്ച് വന്ന് റിപ്പോർട്ടർ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി എന്നുള്ള ഒരു വലിയൊരു പ്രത്യേകത കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ അച്ചീവ്മെൻ്റ് മാത്രം എന്ന് പറയാൻ പറ്റില്ല. റിപ്പോർട്ടറിൻ്റെ നമ്പേഴ്സ് കൂടിയെന്ന് വെച്ചാൽ കൂടിയിട്ടില്ല, പക്ഷേ 24-ൻ്റെ നമ്പേഴ്സ് ഡ്രോപ്പ് വന്നതാണ് ഇതിനൊരു റീസൺ. അത് എന്തുവന്നാലും അച്ചീവ്മെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് പേരിൽ തന്നെ റിപ്പോർട്ടറിൻ്റെ ആ ഒരു ഗെയിൻ വരും ആഴ്ചകളിൽ സസ്റ്റെയിൻ ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഒരു പരിധിവരെ ഇനിയുള്ള ഒരു നെക്സ്റ്റ് വീക്കിലുണ്ടാവുന്ന ഒരു ചാനൽ വാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത് എപ്പോഴും 24-ഉം റിപ്പോർട്ടറും തമ്മിലായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല. ഏഷ്യാനെറ്റിനോടൊപ്പം തന്നെ തുല്യതയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള 3 ചാനലായിട്ട് കേരളത്തിൽ വളർന്നു എന്നത് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റാണ്, എന്ത് റീസൺ ഉണ്ടായാലും ശരി. കാരണം എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ ഏഷ്യാനെറ്റ് എപ്പോഴും ഒരു ടോപ്പ് ലീഡിങ്, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ രീതിയിലുള്ള തന്നെ ഒരു 2ാമതും 3ാമതും 4ാമതുമുള്ള ചാനൽസ് കൂട്ടിവെച്ചാൽ കിട്ടുന്ന GRP ഒറ്റയടിക്ക് ഏഷ്യാനെറ്റ് ഗെയിൻ ചെയ്യുമ്പോൾ ന്യൂസ് ചാനൽ അങ്ങനെയില്ല, ടൈറ്റ് കോമ്പറ്റീഷനാണ്. അതൊരു നല്ലൊരു ട്രെൻഡാണ് കേരളത്തെ സംബന്ധിച്ച്. കേരളം ഒരു ചെറിയൊരു പ്രദേശമായിട്ട് പോലും ഇത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ന്യൂസ് ചാനൽസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ രസകരമായിട്ട് ഇതിൻ്റെ സ്റ്റുഡൻസിന്, മീഡിയ സ്റ്റുഡൻസിന് എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. കഴിഞ്ഞ ആഴ്ചയുടെ റിപ്പോർട്ട് ജസ്റ്റ് ഒരു നോട്ടം നോക്കാം നമുക്ക്. ഏഷ്യാനെറ്റ് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നത് 100.86, തൊട്ട് ബാക്കിലെ റിപ്പോർട്ടർ നിൽക്കുന്നത് 92.83, ആൻഡ് 24 ഡ്രോപ്പിലേക്ക് വന്നു. ഒരു 11 പോയിൻറ്റോളം ഡ്രോപ്പ്, 12 പോയിൻറ്റോളം ഡ്രോപ്പ് വന്നിട്ടുണ്ട്, 88 പോയിൻ്റ് സംതിങ്. ഇതിൽ നിന്ന് നമ്മളന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ 1-2 കാര്യങ്ങളിൽ ഒരു വിയോജിപ്പ് ഞാൻ വീണ്ടും പറയണം. അന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു ഫ്രൈഡേ പടക്കത്തെ പറ്റി പറഞ്ഞിരുന്നു. ഒരു ന്യൂസ് നമ്മൾ വിചാരിച്ച പോലെ അത് റേറ്റ് ചെയ്യില്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത്, പക്ഷേ അത് ബാൻഡിൽ റിപ്പോർട്ടിന് അത് ഗുണം ചെയ്തതായിട്ടാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഡാറ്റ നോക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാം ആ വെള്ളിയാഴ്ചയുള്ള ഉച്ചവരെയുള്ള റേറ്റിംഗ് നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പോസിറ്റീവ് ഗ്രോത്താണ്. പക്ഷേ സെയിം ടൈം നമ്മൾ ബാൻഡ് അനലൈസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഈ പറഞ്ഞ എല്ലാ രീതിയിലുള്ള എന്താ പറയുക, നമ്മുടെ ഫോർകാസ്റ്റിങ്ങും ശരിയായി എന്ന് തന്നെ വീണ്ടും ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. കാരണം മോർണിംഗ് ബാൻഡ് പതിവ് പോലെ 24 ലീഡ് ചെയ്ത് നിന്നു. സെയിം ടൈം അത് ബാൻഡിലേക്ക് വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി 11 തൊട്ട് 11 മണി തൊട്ട് 6 മണി വരെയുള്ള ബാൻഡ് എടുത്തു വന്നപ്പോൾ റിപ്പോർട്ടർ വളരെ നല്ല രീതിയിൽ ലീഡ് ചെയ്യുകയും സെക്കൻഡ് പൊസിഷനിലേക്ക് ഏഷ്യാനെറ്റ് വരികയും ചെയ്തു. ദെൻ പ്രൈം ബാൻഡിലെത്തിയപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ, അതിൻ്റെ റീസൺ ഇപ്പോഴും കറക്റ്റ് അറിയില്ല. ഇത്രയും ഓഡിയൻസ് ബാൻഡിലുണ്ട്, പക്ഷേ പ്രൈം ബാൻഡിൽ നിന്നുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഏഷ്യാനെറ്റിലേക്ക് അത് ഷിഫ്റ്റ് ആവുകയും ചെയ്തു. ഒരു ട്രെൻഡാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുള്ളത്. ഇനി വരും ആഴ്ചകളിൽ, കാരണം ഈ ഒരു ആഴ്ച എന്ന് പറഞ്ഞാൽ ഓണത്തിന് മുമ്പുള്ള ഒരു ആഴ്ചയാണ്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ബാർക്ക് അത്തം തൊട്ടുള്ള ബാർക്കാണ് വരുന്നത്, ചിത്ര തൊട്ടുള്ള ബാർക്കാണ്. അപ്പോൾ കുറച്ചും കൂടി ഓണം ഫ്ലേവേഴ്സ് എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ വരികയും ന്യൂസ് ചാനൽസിൽ ഇത്ര അധികം ചിലപ്പോൾ റേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും വന്നേക്കാം. അതായിരിക്കും അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്ന ഒരു ട്രെൻഡ്. എന്തുകൊണ്ടാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ഏഷ്യാനെറ്റും 24-ഉം റിപ്പോർട്ടറും തമ്മിലുള്ളത്. ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്ന റിപ്പോർട്ടറാണ്. ഏഷ്യാനെറ്റ് ഓക്കെ, അത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്, 1ാം സ്ഥാനം സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ നെക്സ്റ്റ് വീക്ക് വരുമ്പോഴത്തേക്കും അത് ചേഞ്ചസ്, അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ പ്രതിയോഗിയായിട്ട് റിപ്പോർട്ടറോ അല്ലെങ്കിൽ 24-ഓ വന്നേക്കാം. അതെന്താണെന്നുള്ളത് നെക്സ്റ്റ് വീക്കിലുള്ള കണ്ടൻറ്റ് കൂടി നോക്കിയിട്ട് വേണം നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ നടക്കുന്ന ആഴ്ചകളിലെ ഹാപ്പണിങ്സ് നോക്കുകയാണെങ്കിൽ, ഡേ ടൈം ഹാപ്പണിങ്സ് നോക്കുകയാണെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു
ഒരു ഹോട്ട് സെല്ലിംഗ് ആയിട്ടുള്ള ന്യൂസുകൾ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. അൻവറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് മാത്രമായിരുന്നു ആ ദിവസങ്ങളിൽ കുറച്ച് ഗെയിൻ GRP ഗെയിൻ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു ഹാപ്പണിങ്സ് ഉണ്ടായിട്ടുള്ളത്. അതർവൈസ് എല്ലാ ചാനലിലും റേറ്റിംഗ് കുറച്ച് താഴെ പോകാൻ, കുറച്ചല്ല, ഒരു നല്ലൊരു ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. ഓണം പ്രോഗ്രാംസിൻ്റെ റേറ്റിംഗ് അതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ വരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ പലപ്പോഴും എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്കുള്ള ഒരു ഡേ ടൈമിലുള്ള ഒരു ഫ്ലോ വരാൻ സാധ്യതയുള്ളതിൻ്റെ പേരിൽ നെക്സ്റ്റ് വീക്ക് ന്യൂസ് ചാനൽസിൻ്റെ റേറ്റിംഗ് കമ്പാരിറ്റീവ്ലി ഈ കഴിഞ്ഞ ബാർക്കിനെക്കാട്ടും കുറച്ചും കൂടി ഡ്രോപ്പ് വരാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ഫോർകാസ്റ്റ് ആ കണ്ടൻറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വരാൻ പോകുന്നത് ഏഷ്യാനെറ്റ് 100 എന്നുള്ള മാജിക് നമ്പറിൽ നിന്ന് താഴെ ഒരു 95 to 97, 98 വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇപ്പോൾ സെക്കൻഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർ ചാനലും ഡ്രോപ്പിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു 80, 86 വരെ വരാൻ സാധ്യതയുണ്ട്. സെയിം 24 സെയിം ആയിരിക്കും. റിപ്പോർട്ടറും 24 തമ്മിൽ നെക്ക് ടു നെക്ക് കോമ്പറ്റീഷൻ ആയിരിക്കും. വളരെ ചെറിയ ഡിജിറ്റ്സിൻ്റെ ചേഞ്ചസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഡെഫിനറ്റ്ലി മനോരമ, മാതൃഭൂമി, ജനമൊക്കെ നോർമലുള്ള ഈ ആഴ്ച കിട്ടുന്നതിനെക്കാട്ടും ഒരു 4-5 പോയിൻറ്റ് താഴത്തായിരിക്കും നിൽക്കുക. ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് ചാനലിൽ ഉണ്ടാകുന്ന ഡ്രോപ്പ് തന്നെയായിരിക്കും സെക്കൻഡ്, തേർഡും ഫോർത്തും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇതാണ് ന്യൂസ് ചാനൽസിൻ്റെ ഒരു കഴിഞ്ഞ ആഴ്ചയിലത്തെ ഒരു ബ്രീഫിംഗ്. സെയിം ടൈം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി രസകരമായിട്ടുള്ള കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ചേഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ടൻറ്റിൽ നോർമൽ സ്റ്റേജിൽ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിജിറ്റ്സിൻ്റെ ചേഞ്ചസും കാര്യങ്ങളും മാത്രമേ എൻ്റർടൈൻമെൻറ്റ് ചാനൽസ് ഉണ്ടായിട്ടുള്ളൂ. ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഏഷ്യാനെറ്റ് നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കുന്നു. ഒരു പൊടിക്ക് ഡ്രോപ്പ് ഉണ്ട്. കഴിഞ്ഞ വീക്കിനെക്കാട്ടും ഒരു ചെറിയൊരു പോയിൻ്റ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ പോലും 739 എന്നൊരു നല്ലൊരു സേഫ് നമ്പറിൽ ഏഷ്യാനെറ്റ് അതിൻ്റെ ലീഡർഷിപ്പ് കീപ്പ് ചെയ്തു. ദെൻ സി കേരളം സെക്കൻഡിൽ നിൽക്കുന്നു 261, 261 എന്ന പോയിന്റിൽ നിൽക്കുന്നു. അത് ആക്ച്വലി കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടും ലാസ്റ്റ് ബാർഗിനെക്കാട്ടും, അതായത് വീക്ക് 36-നേക്കാട്ടും പോസിറ്റീവായിട്ട് ഏകദേശം 27 പോയിൻറ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടായിരുന്നു സി ടി വിക്ക്. അതൊരു നല്ലൊരു പോസിറ്റീവ് ഗ്രോത്താണ്. കമ്മിങ് വീക്കിലൊക്കെ സിയുടെ ഒരു ഗ്രോത്ത് നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കാരണം അടുത്ത് വരാൻ പോകുന്ന ഓണം അതിൻ്റെ പേരിൽ, ഓണം വീക്കിൽ ഉണ്ടാകുന്ന ഫെസ്റ്റിവൽ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് വരുന്നതിൻ്റെ പേരിൽ തന്നെ ഒരു പക്ഷേ കുറച്ചും കൂടി നല്ല റേറ്റിംഗ് സിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും. ഏഷ്യാനെറ്റ് ഡ്രോപ്പ് വന്നതിൻ്റെ പേരില്ല, 41 പോയിൻറ്റോളം ഏഷ്യാനെറ്റ് ഡ്രോപ്പ് വന്നിട്ടുണ്ട് പ്രൈം ടൈമിൽ. പിന്നെ ഫ്ലവേഴ്സ് വന്നിട്ട് 169 ഉള്ളൂ, അതും ഡ്രോപ്പാണ്, 14 പോയിൻ്റ് ഡ്രോപ്പ് ഉണ്ട്. മഴവില്ല് തേർഡ് പൊസിഷനാണ്. മഴവില്ല് 242 ഉണ്ട്. കഴിഞ്ഞ ആഴ്ചത്തേക്കാട്ടും ഒരു 9 പോയിൻ്റ് ഗെയിനാണ് ഉള്ളത്. സൂര്യ TV 163 നിന്ന് 155 ഡ്രോപ്പ് വന്നു. ഇതെല്ലാം നോക്കുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് സി കേരളത്തിന് മാത്രമാണ്. മറ്റുള്ള ചാനലെല്ലാം ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണെങ്കിലും ഡ്രോപ്പ് വരുന്നത് അതെങ്ങോട്ട് പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ശരിക്കും നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു പക്ഷേ മൂവീസിലുള്ള ഒരു ഹാങ് ഓവർ ആയിരിക്കും പോയിട്ടുണ്ടാവുക. അതേപോലെ തന്നെ മൂവി ചാനൽസിന് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഫിലിംസൊക്കെ ഈ ആഴ്ച വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും നെക്സ്റ്റ് വീക്കിൽ ഒരു പക്ഷേ സി കേരളത്തിന് നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റും ഒരുപക്ഷെ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാനുള്ള ഈ ഒരു കണ്ടൻറ്റ് സീരിയലിനപ്പുറത്തേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ്, ഫിലിം ആർട്ടിസ്റ്റുള്ള ഇൻ്റർവ്യൂസ് എല്ലാം വന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രഡിക്റ്റ് ചെയ്ത മാതിരിയുള്ള ഒരു ഹൈ വോൾട്ടേജ് ഗ്രോത്ത് ഒരു പക്ഷേ ഈ ഓണത്തിൻ്റെ പ്രീവിയസ് വീക്കിൽ ഉണ്ടാവണം എന്നില്ല. കാരണം കണ്ടൻറ്റിൻ്റെ പാക്കേജിങ്ങും എല്ലാം കുറച്ചൊരു തണുത്തിട്ടുള്ള ഫിലിം പാക്കേജിങ്ങും എല്ലാമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രോമിസിങ് ആയിട്ട് ഒരു ഫെസ്റ്റിവൽ മൂഡ് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. എങ്കിലും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. ഞാൻ എൻ്റർടൈൻമെൻറ്റ് ചാനൽസിൻ്റെ ഒരു പ്രഡിക്ഷൻ തരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് കാര്യമില്ല. കാരണം ഇത് ഡിപ്പെൻസ്. അത് ആ കണ്ടൻറ്റ് മാറുന്നതനുസരിച്ചോ സിനിമ മാറുന്നതനുസരിച്ചോ മാറ്റങ്ങൾ വന്നേക്കാം. എന്ത് വന്നാലും ശരി, അതിൽ സീരിയൽസിൻ്റെ ആണെങ്കിലും ശരി വലിയ ചേഞ്ചസ് ഒന്നുമില്ല. നോർമലി 1-2 ചെറിയ ഡിജിറ്റ്സിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കോമ്പറ്റീഷൻ പറയാനുള്ളത് ന്യൂസ് ചാനലിൽ തന്നെയാണ്. നെക്സ്റ്റ് വീക്ക് നമുക്ക് നല്ലൊരു ചേഞ്ച് ന്യൂസ് ചാനലിൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്ന പൂർണ്ണം ഒരു ബോധ്യമുണ്ട്. നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം.
Bye.